ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവയ്ക്ക ചില്ലി റെസിപ്പി ആയിട്ടാണ്. ചെറിയൊരു വീഡിയോ ആണ്, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. പാവയ്ക്ക ചില്ലി ഇല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിയാണെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലോറും കൂടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോഴാണ് പാവയ്ക്കയുടെ കയ്പ്പ് കുറയുന്നത്. പാവയ്ക്കയുടെ കയ്പ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറുമൊന്നും ചെയ്യില്ല, പക്ഷെ നന്നായിട്ട് കുറയും തൈരൊക്കെ ചേർക്കുമ്പോൾ. തൈരിന് പകരം വേണമെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പാവയ്ക്കയുടെ കയ്പ്പൊന്നും പ്രശ്നമില്ലെങ്കിൽ തൈരൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു വലിയ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്തോളൂ. നന്നായിട്ട് കഴുകി സീഡ്സൊക്കെ കളഞ്ഞതാണ്. ഈ ഒരു മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു. കടലമാവാണ്. 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് കടലമാവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പാവയ്ക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 മണിക്കൂർ മുതൽ 1/2 മണിക്കൂർ വരെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട. അതിലും നല്ലത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള പാവയ്ക്ക കഷ്ണങ്ങൾ ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഓയിലിൻ്റെ ചൂടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് എടുക്കും ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം മറക്കരുത്. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, പിന്നെ കരിഞ്ഞു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസ് മാത്രമല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, പാവയ്ക്കയുടെ കയ്പ്പ് രുചി കൊണ്ട് പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ തൈരൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് രുചിയും കുറവാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്